ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനീ മണ്ണിൽ പിറന്നൊരു മംഗളസുദിനം, പിറന്നൊരു മംഗളസുദിനം. മണ്ണിന്റെ ശാപം അകറ്റിടാനായി ദൈവം തൻ സൂനുവേ നൽകിയല്ലോ. മണ്ണിന്റെ ശാപം അകറ്റിടാനായി ദൈവം തൻ സൂനുവേ നൽകിയല്ലോ. ബേത്ലഹേമിലൊരു ഗോശാല തന്നിൽ താൻ, ബേത്ലഹേമിലൊരു ഗോശാല തന്നിൽ താൻ ജാതനായി വാണിടുന്നു. പുതിയൊരു പുലരി വിടർന്നു മണ്ണിൽ, പുതിയൊരു ഗാനമുയർന്നൊഴുകി. ഇന്നല്ലോ ഇന്നല്ലോ വിണ്ണിന്റെ നാഥനീ മണ്ണിൽ പിറന്നൊരു മംഗളസുദിനം, പിറന്നൊരു മംഗളസുദിനം. ഇത് റോയ് മാത്യു ചിറമേൽ എന്ന ചങ്ങനാശ്ശേരിക്കാരുടെ ജുബ്ബ അച്ചായൻ, അല്ലെങ്കിൽ കരോണ അച്ചായൻ. അച്ചായൻ ജുബ്ബ ധരിക്കാൻ തുടങ്ങിയിട്ട് 55 വർഷമായി. ജുബ്ബ ആഢ്യത്വത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വസ്ത്രധാരണ രീതിയാണ് അന്നും ഇന്നും. അച്ചായന് ക്രിസ്മസ് ഒരാഘോഷമാണ്. അച്ചായൻ്റെ ജന്മദിനമാണ് ഡിസംബർ 24. ക്രിസ്മസ് കാലത്ത് വീടിനു ചുറ്റും നക്ഷത്രങ്ങളും ലൈറ്റുകളും കൊണ്ട് മുഴുവൻ അലങ്കരിക്കുകയും മക്കളും കൊച്ചുമക്കളുമായി പിന്നെ ആഘോഷങ്ങളുടെ ദിനങ്ങളാണ്. അച്ചായൻ്റെ ഗ്രാൻഡ് ഫാദറായ ചെറിയാൻ മത്തായി എന്ന പാപ്പിയിൽ നിന്നും 7 വയസ്സ് മുതൽ പകർന്നു കിട്ടിയ ആഘോഷങ്ങൾ ഇന്ന് 84-ാം വയസ്സിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇന്നും തുടരുന്നു. ചങ്ങനാശ്ശേരിയിലും പരിസരത്തുമുള്ള A to Z ആൾക്കാർക്കും സുപരിചിതനാണ് അച്ചായൻ. അച്ചായനെ കൂടുതലറിയാം. പിറന്നൊരു മംഗളസുദിനം. ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ചായൻ്റെ ഓർമ്മകൾ എന്താണെന്ന് പറയാമോ? എൻ്റെ 7ാമത്തെ വയസ്സ് മുതൽ ഞാൻ വീട്ടിൽ സ്റ്റാർ ഇടാൻ തുടങ്ങിയതാണ്. അന്നത്തെ കാലത്ത് മടൽ കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാറാണ്, കടലാസ് ഒട്ടിക്കുന്ന മെഴുകുതിരി ആണ് അന്നുള്ളത്. ആ മെഴുകുതിരി കത്തിച്ച് വെച്ചുള്ള സ്റ്റാറാണ് അന്നത്തെ കാലത്ത്. അന്ന് മുതൽ ചെറിയ ഓലപ്പടക്കവും ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ 7ാമത്തെ വയസ്സിൽ മുതൽ പടക്കം ഈ സ്റ്റാർ വിടാൻ തുടങ്ങിയതാണ്. എത്ര വർഷമായി ചങ്ങനാശ്ശേരിയിൽ അച്ചായനുണ്ട്? ഞാൻ 60 വർഷമായി. ഓക്കെ, 60 വർഷം. 60 വർഷം മുമ്പുള്ള ചങ്ങനാശ്ശേരിയും ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വളരെ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. എന്താണ്? അന്നത്തെ കാലത്ത് ഒരു ടാക്സി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മഞ്ഞ ടാക്സി. അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ വണ്ടിയും പോയി. പിന്നെ കാളവണ്ടിയുടെ ബഹളമായിരുന്നു. കാളവണ്ടിയുടെ അതിലാണ് ചങ്ങനാശ്ശേരി ചന്തയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാം കിഴക്കൻ മേഖലയിലേക്ക് ഇവിടുന്ന് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്നത് പറ്റും. എല്ലാ സാധനങ്ങളും. ഓക്കെ ഓക്കെ. ഒരു ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് സെൻ്ററായിരുന്നു. പക്ഷേ ആ ബിസിനസ്സൊന്നും ഇപ്പോൾ ഇല്ല. അതിന് കാരണം ഇവിടുത്തെ ആരാണ്? ഇവിടുത്തെ ഭരണാധികാരികളാണോ കച്ചവടക്കാരാണോ? അല്ല, ഭരണാധികാരികളുടെ മിസ്റ്റേക്കാണ്.
ആ പഴയ ഒരു ക്രിസ്മസ് ഓർമ്മ പറയാമോ? ഒരു എന്തെങ്കിലും ഒരു മനസ്സിൽ ഒരു ക്രിസ്മസ് ദിനത്തിലെ ഒരു ഓർമ്മ. അന്നത്തെ കാലത്ത് ഞങ്ങൾ നിരണംപള്ളി ഇടവക്കാർ. ആ എൻ്റെ സാക്ഷാൽ വീട് മാന്നാറാണ്. ആ മാന്നാർ പാവുക്കര ആ ചിറമേൽ വീട്. ഞങ്ങൾക്ക് ബോട്ട് സർവീസൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ട്. ആ ആലപ്പുഴ മാന്നാർ ബോട്ട് സർവീസൊക്കെ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന എൻ്റെ വല്യപ്പൻ പറക്കും. ആ അന്നത്തെ കാലത്ത് ക്രിസ്മസ് എന്ന് പറയുന്നത് നിരണത്തെ പള്ളിയിൽ നിന്ന് വേണം ഞങ്ങളുടെ വീടുകളിലൊക്കെ ക്രിസ്മസ് കരോൾ. അന്ന് കരോളൊന്നുമില്ല, ആ മനസ്സിലായി. ആ എന്നാലും അന്ന് ആ ഭാഗത്തുള്ള കുറച്ച് പേര് പിള്ളേർ കൂടി ക്രിസ്മസൊക്കെ നടത്തും. അന്ന് ഇതുപോലെ ബാൻഡ് സെറ്റ് ഒന്നുമില്ല, വലിയ ചണ്ടിയും മധുരമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാറുകൾ തന്നെ വളരെ കുറവാണ്, കൈകൊണ്ട് നടക്കുന്ന സ്റ്റാറുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള സ്റ്റാറുകളൊന്നും അന്നത്തെ കാലത്തില്ല. എന്നാലും ആ കൂട്ടത്തിൽ ഞാൻ അന്ന് ചെറുപ്പത്തിൽ 7ാമത്തെ വയസ്സിലും 8ാമത്തെ വയസ്സിലും 10ാമത്തെ വയസ്സിലും 15ാമത്തെ വയസ്സിലും 16ാമത്തെ വയസ്സിലും ഒക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. ആ ഇതിന് വേണ്ടിയാണ് ഞാൻ മത്തായിച്ചനെ ഇപ്പോൾ ഇതിനൊക്കെ കരോൾ പാർട്ടിക്കൊക്കെ വിട്ടത്. അന്ന് ഞാൻ മാന്നാർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അന്ന് നിരണം പട, അത് ഈജൻ ജേക്കബ് ജേക്കബിൻ്റെ കാലത്താണ്. ആ കാലം അദ്ദേഹം പടയുണ്ടാക്കി തൊപ്പിപ്പാളി കുറുവടി അനേകം ആൾക്കാർക്ക് പല പ്രകാരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായി. അതുകൊണ്ടാണ് ഈ പട പെണ്ണുങ്ങളടക്കം ഇറങ്ങി ഈ പടയിൽ സംബന്ധിച്ച് അന്ന് ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും സകല ക്രിസ്ത്യൻസ് പെണ്ണുങ്ങളും എല്ലാ ജാതിക്കാരും ഇതിൻ്റെ കൂടെ കൂടി ചേർന്നാണ് ഈ മീറ്റിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ തിരുവനന്തപുരം എങ്ങനെ ഇല്ലാതായത്? അദ്ദേഹം അപ്പം മന്ത്രിസഭ മാറിയില്ലേ, മന്ത്രിസഭ അതോടെ കൂടി തീർന്നില്ലേ. അച്ചായന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ബിഗ് ബാൻ. പുതിയൊരു പുലരി വിടന്നു മഞ്ഞിൽ, പുതിയൊരു ഗാനമുയർന്നു